ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ മത്സരിക്കുവാനൊരുങ്ങി കെ മുരളീധരൻ. ഗുരുവായൂരിൽ മത്സരിപ്പിക്കുവാൻ നീക്കം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൃശൂർ ജില്ലയിൽ മത്സരിക്കുവാനൊരുങ്ങി കെ മുരളീധരൻ. ഗുരുവായൂരിൽ കെ മുരളീധരനെ മത്സരിപ്പിക്കുവാനാണ് നീക്കം. ഗുരുവായൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുവാൻ കെ മുരളീധരന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. ലീഗിന്റെ സീറ്റായ ഗുരുവായൂരിന് പകരം പട്ടാമ്പി സീറ്റ് ലീഗിന് നൽകും. സീറ്റ് വച്ചുമാറൽ സംബന്ധിച്ച് ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമുണ്ടാക്കാനാണ് ആലോചന. ജനുവരി ആദ്യവാരത്തോടെ ഗുരുവായൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുവാനാണ് കെപിസിസി കെ മുരളീധരന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്നാണ് യുഡിഎഫിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നേരിട്ടിരുന്നുവെങ്കിലും ഗുരുവായൂരിൽ മാത്രമാണ് യുഡിഎഫിന് മുന്നേറ്റമുണ്ടാക്കുവാൻ കഴിഞ്ഞത്. ഇതാണ് കെ മുരളീധരനെ മത്സരിപ്പിക്കുവാനുള്ള അനുകൂല ഘടകം. മഹാദേവൻ തമ്പിയുടെ നിലം പ്രകാശനം ചെയ്തു. എസ് മഹാദേവൻ തമ്പിയുടെ നിലം എന്ന നോവൽ പ്രകാശനം ചെയ്തു. ഗ്രീൻ ബുക്സിന്റെ വാക്കിടം പുസ്തകോത്സവത്തിലാണ് പുസ്തക പ്രകാശനം നടന്നത്. എഴുത്തുകാരി മാനസിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. കൃഷി ഇല്ലാതാകുമ്പോൾ മനുഷ്യൻ തന്നെ ഇല്ലാതാകുന്നുവെന്ന സത്യമാണ് നിലം എന്ന നോവൽ ഓർമ്മിപ്പിക്കുന്നതെന്ന് മാനസി. സാമൂഹികവും സാംസ്കാരികവുമായ ബന്ധങ്ങൾക്കപ്പുറം വൈകാരിക ബന്ധം കാർഷിക ജനതയ്ക്ക് നെൽവയലുകളോടുണ്ടെന്ന് പുസ്തകം അടിവരയിടുന്നു. അതിന് നിർവചനങ്ങളില്ലെന്നും ഈ കൃതി ബോധ്യപ്പെടുത്തുന്നുവെന്നും മാനസി പറഞ്ഞു. കൃഷിയിടങ്ങൾ ഇല്ലാതാകുമ്പോൾ ഭരണാധികാരികളുടെ കണ്ണു തുറക്കുവാൻ ഈ കൃതി ഉപകരിക്കട്ടെയെന്നും പുസ്തകം ഏറ്റുവാങ്ങിയ എഴുത്തുകാരി ഒ വി ഉഷ പറഞ്ഞു. കണ്ണൂരിൽ ഒരു വീട്ടിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. രാമന്തളി സ്വദേശി കെ ടി കലാധരൻ, അമ്മ ഉഷ, കലാധരന്റെ മക്കൾ ഹിമ, കണ്ണൻ എന്നിവരാണ് മരിച്ചത്. കലാധരനെയും ഉഷയെയും തൂങ്ങിയ നിലയിലും കുട്ടികൾ താഴെ കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തെന്ന് സംശയം. ഉഷയുടെ ഭർത്താവ് വീട്ടിലേക്ക് എത്തിയപ്പോൾ വീട് പൂട്ടിക്കിടന്ന നിലയിലായിരുന്നു. സംശയത്തെ തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വീട് പരിശോധിച്ചപ്പോഴാണ് 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബ പ്രശ്നം നിലനിന്നിരുന്നു. ഇവർക്കെതിരെ നേരത്തെ പോലീസ് കേസുകളുണ്ടായിരുന്നു. ഗാർഹിക പീഡനത്തിനടക്കം കലാധരന്റെ അമ്മയ്ക്കും അച്ഛനുമെതിരെ കേസുണ്ടായിരുന്നു. കലാധരന്റെ അച്ഛൻ പോക്സോ കേസിലും പ്രതിയാണ്. കലാധരന്റെ ഭാര്യ ഇവരുടെ കൂടെയല്ല താമസം, സ്വന്തം വീട്ടിലാണ് താമസം. കുടുംബ പ്രശ്നമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം. മുഖ്യമന്ത്രിക്ക് മുൻപിൽ പ്രസന്റേഷൻ നടത്തുവാൻ മന്ത്രിമാർ. വകുപ്പുകളുടെ അടുത്ത 2 മാസത്തെ പ്രവർത്തനം വിവരിക്കും. തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ മുഖ്യമന്ത്രിക്ക് മുൻപിൽ അവതരിപ്പിക്കുവാൻ മന്ത്രിമാർ. വകുപ്പുകളുടെ അടുത്ത 2 മാസത്തെ പ്രവർത്തനം എങ്ങനെയായിരിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ വിശദീകരിക്കും. തിരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാരിനെ കൂടുതൽ ജനപ്രിയമാക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് മന്ത്രിമാരുടെ നീക്കം. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടത്തുകയാണ് സർക്കാർ. അതിന്റെ ആദ്യഘട്ടമായാണ് മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് മുൻപിൽ ഓരോ വകുപ്പുകളും ചെയ്യാനുദ്ദേശിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് പ്രവർത്തനങ്ങൾ നടത്തുക. കേരളത്തിന് ചരിത്ര നേട്ടം. എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയം. എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയം. കൊല്ലം ഇടവട്ടം സ്വദേശി ഷിബുവിന്റെ ഹൃദയം നേപ്പാൾ സ്വദേശി ദുർഗയ്ക്ക് മാറ്റിവെച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഹൃദയവുമായി എയർ ആംബുലൻസ് എറണാകുളത്തെത്തിയത്. കൊച്ചിയിൽ നടന്നത് രാജ്യത്തെ സർക്കാർ ജനറൽ ആശുപത്രികളിലെ ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ്. വാഹനാപകടത്തിലാണ് ഷിബുവിന് മസ്തിഷ്ക മരണം സംഭവിച്ചത്. ഷിബുവിന്റെ 2 വൃക്കകൾ, കരൾ, ഹൃദയം, 2 നേത്രപടലങ്ങൾ, സ്കിൻ എന്നിവ ദാനം ചെയ്യും. ഒരു വൃക്കയും കരളും കിംസിലെ രോഗിയിൽ മാറ്റിവെച്ചു. ഹാർട്ടിന്റെ വാൽവ്, നേത്രപടലങ്ങൾ എന്നിവ രോഗികൾക്ക് കൈമാറുവാനായി സൂക്ഷിച്ചുവയ്ക്കും. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഒഡീഷയിൽ എയർ സ്ട്രിപ്പിൽ ഇരുത്തി ഉദ്യോഗാർത്ഥികളെ കൊണ്ട് പരീക്ഷ എഴുതിച്ചു. പിന്നാലെ വിമർശനം. ഒഡീഷയിൽ എയർ സ്ട്രിപ്പിൽ ഇരുന്ന് പരീക്ഷ എഴുതി ഉദ്യോഗാർത്ഥികൾ. ഹോംഗാർഡ് തസ്തികകളിലേക്ക് നടന്ന പരീക്ഷയാണ് സാമ്പൽപൂർ ജില്ലയിലെ ജമാദർപാലി എയർ സ്ട്രിപ്പിൽ നടത്തിയത്. ഡെസ്കുകളോ മാറ്റുകളോ ഇല്ലാതെ സാമ്പൽപൂർ ജില്ലയിൽ ഉടനീളമുള്ള 8000-ലധികം ഉദ്യോഗാർത്ഥികളാണ് വരിവരിയായി ഇരുന്ന് എയർ സ്ട്രിപ്പിൽ പരീക്ഷ എഴുതിയത്. ഉദ്യോഗാർത്ഥികളുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതിനകം തന്നെ വൈറലാണ്.
തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിൽ കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളം ഉൾപ്പെടെ 4 കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. കരട് പട്ടിക വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. ഹാർഡ് കോപ്പികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറും. കേരളത്തിനൊപ്പം പുറത്തുവരുന്നത് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്നിവിടങ്ങളിലെ പട്ടിക. സ്ഥലം മാറിയതോ മരിച്ചുപോയതോ ഇരട്ടിപ്പുള്ളതോ ആയ വോട്ടർമാരുടെ പട്ടികയും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.